ഡൽഹി ചാവേർ സ്ഫോടനത്തിൽ അന്വേഷണം ദക്ഷിണേന്ത്യയിലേക്കും. ആക്രമണങ്ങൾക്ക് പിന്നിലെ വിദേശ ഹാൻഡ്ലർ ബംഗളൂരു സ്വദേശി ഫൈസൽ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. വൈറ്റ് കോളർ സംഘത്തിന് ബോംബ് നിർമ്മിക്കാൻ വിദേശ പരിശീലനം ലഭിച്ചെന്നും കണ്ടെത്തി. സംഘം ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച ഗ്രൈൻഡർ ഫരീദാബാദിലെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. 2022 കോയമ്പത്തൂർ ചാവേർ സ്ഫോടനം, 2022 മംഗളൂരു ഓട്ടോറിക്ഷ സ്ഫോടനം, 2024 ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനം എന്നിവയ്ക്കും ഡൽഹി സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന സൂചനയാണ് ഏജൻസികൾക്ക് ലഭിച്ചത്. ഇവയിലെല്ലാം പ്രാദേശികമായി ലഭിക്കുന്ന രാസവളത്തിൽ നിന്നും അമോണിയം നൈട്രേറ്റ് വേർതിരിച്ചെടുത്താണ് ഉഗ്രശേഷിയുള്ള സ്ഫോടന വസ്തുക്കൾ നിർമ്മിച്ചത്. ബംഗളൂരു സ്വദേശിയായ എഞ്ചിനീയർ ഫൈസൽ എന്ന സാക്കിർ ഉസ്താദിന് ദക്ഷിണേന്ത്യയിലെ സ്ഫോടനങ്ങളുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. 2012 പാകിസ്ഥാനിലേക്ക് കടന്ന ഫൈസൽ അടുത്തിടെ സിറിയ തുർക്കി അതിർത്തിയിൽ എത്തിയതായി വിവരമുണ്ട്. ഡൽഹി ആക്രമണത്തിന് നിർദ്ദേശം നൽകിയ ഉക്കാസ എന്ന ഹാൻഡിലിന് പിന്നിൽ ഫൈസലാണെന്നാണ് നിഗമനം. വൈറ്റ് കോളർ സംഘത്തിന് ബോംബ് നിർമ്മിക്കാൻ പരിശീലനം നൽകുന്ന 42 വീഡിയോകൾ ടെലഗ്രാം വഴി അയച്ചു നൽകിയതായി NIA കണ്ടെത്തി. ഹൻസുള്ള എന്ന പേരുള്ള ഹാൻഡിൽ നിന്നാണ് ഡോക്ടർ മുസമിൽ അഹമ്മദ് ഗനായിക്ക് വീഡിയോകൾ ലഭിച്ചത്. 2008 ബട്ട്ല ഹൌസ് ഏറ്റുമുട്ടലിന് ശേഷം ഒളിവിൽ പോയ ഇന്ത്യൻ മുജാഹിദീൻ ഭീകരൻ മിർസ ഷബാദ് ബേഗ് അൽഫല സർവകലാശാലയിൽ നിന്നാണ് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയതെന്ന് കണ്ടെത്തി. ഡൽഹി സ്ഫോടനത്തിൽ ഇയാളുടെ പങ്ക് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ബോംബ് നിർമ്മാണത്തിനായി യൂറിയ പൊടിക്കാൻ വൈറ്റ് കോളർ സംഘം ഉപയോഗിച്ച ഗ്രൈൻഡർ NIA സംഘം കണ്ടെടുത്തു. ഡോക്ടർ മുസമിലിന്റെ സുഹൃത്തിന്റെ ഫരീദാബാദിലെ വീട്ടിൽ നിന്നാണ് ഗ്രൈൻഡർ കണ്ടെത്തിയത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.